ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും എവിടെ താമസിക്കുന്നെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മോളെ, ഞങ്ങൾ താമസിക്കുന്നത് ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു പഴയ ബസ്സിലാ. അച്ഛന്റെ പക്കൽ നിന്നും വർക്ക്ഷോപ്പിരിക്കുന്ന സ്ഥലം പിടിച്ചെടുക്കാൻ വസന്ത നമ്മളോട് സഹകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് ആ വസ്തു അവളുടെ പേരിൽ മാത്രം തട്ടിയെടുക്കാനാണ് അവളുടെ പരിപാടി. ആ പൂതി നടക്കാൻ പോകുന്നില്ല. ആ നീക്കം ഞാൻ തടഞ്ഞിരിക്കും. ഏട്ടാ, എന്റെ അവസ്ഥ പ്രകാശേട്ടനൊന്ന് മനസ്സിലാക്കണം. കുറുപ്പച്ചനും ഹരിതയും മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഇപ്പൊ ഒന്നിച്ചു നിൽക്കുക. എനിക്കുടനെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്താവുന്നുള്ള കാര്യം ഉറപ്പാ. ആ കുറുപ്പിനോട് എന്റെ കഴിവേടുകളെ പറ്റി 1-9 അവൾ എന്തെങ്കിലും ഏടാകൂടെ ഒപ്പിക്കും. ഞാൻ കാശിന് കൊള്ളരുതാത്തവനാണെന്ന കാര്യം ഉദാഹരണ സഹിതം നിരത്തി ആ കുറുപ്പ് ഹരിതയോട് പറഞ്ഞ് സമർത്ഥിക്കും. എന്നെ ഉപേക്ഷിച്ച് വേറൊരു കല്യാണം കഴിക്കാൻ വരെ അയാൾ നിർബന്ധിക്കും. ദേ, ആ കുരുക്കിലെങ്ങാനും ഹരിത അകപ്പെട്ട പിച്ചച്ചട്ടി എടുക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഏട്ടന് മാത്രമേ പറ്റൂ. അച്ഛന്റെ വസ്തു വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഏട്ടൻ എനിക്ക് പണം തരണം. എനിക്ക് ബിസിനസ് തുടങ്ങിയേ പറ്റൂ. എടാ, മനുഷ്യനായാലേ കുറച്ചേ ക്ഷമ വേണം. നീയേ എന്നോടൊപ്പം കട്ടയ്ക്ക് സഹകരിച്ച് നിൽക്കടാ. നമുക്കേ നമ്മുടെ അച്ഛന്റെ വസ്തു വിൽപ്പിക്കാം. അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ആ, വിശ്വാസമൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്കേ ഞാൻ പറയുന്നത് കേട്ടേ എന്റെ കൂടെ നിൽക്കാമോ? നിന്നാൽ അച്ഛന്റെ പക്കൽ നിന്നേ നിനക്കാവശ്യമുള്ള പണം ഞാൻ വാങ്ങിത്തരും. പ്രകാശനാടാ പറയണത്. ഉറപ്പ്? ഇതെങ്കിലും വിശ്വസിക്കാവോ? നിനക്കേ ഈ പ്രകാശനെ വിശ്വസിക്കാം. അച്ഛന്റെ വസ്തു ഒന്ന് കിട്ടിക്കോട്ടെ, എന്നിട്ട് കാണിച്ചു തരടാ ഈ പ്രകാശൻ ആരാണെന്ന്. ഇയാളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളാ. കൊള്ളാൻ. എന്ത് ചെയ്യാനാ? നിങ്ങൾ നടന്നോളൂ. വന്ദന, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. വന്ദനയ്ക്കൊരു വിസിറ്റർ ഉണ്ട്. അമ്മേ, അമ്മേ, മോൾ അവസാനമായി ഞങ്ങളെ കണ്ടത് കാറ്ററിംഗുകാരുടെ വേഷത്തിലാണ്. അത് കഴിഞ്ഞിപ്പോ മോളെ ആദ്യമായി ഞങ്ങൾ കാണുന്നത് തടവ് പുള്ളിയുടെ വേഷത്തിലും. അച്ഛനമ്മമാർക്കും മോൾക്കും ദൈവം ഓരോരോ വേഷങ്ങൾ തുന്നി വെച്ചിരിക്കുക. സമയമാകുമ്പോ എടുത്തണിയിച്ച് ഓരോരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ. അല്ലേ സോമ?
തടവുകാരിയുടെ വേഷം കിട്ടി ആടുന്നത് കാണാൻ സോമരങ്ങളിലും വിധിയുണ്ട് അല്ലെങ്കിലേ? മോള് ജയിലിലാണെന്നുള്ള വിവരം മാധവനെയും ചന്ദ്രികയെ അറിയിക്കേണ്ട കടമ എനിക്കല്ലേ മോളെ? അങ്ങനെ അറിയിച്ചു കൂട്ടിക്കൊണ്ടുവന്നതാ. നന്നായി അങ്കിള്. അങ്കിൾ ഇവരെവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്നത്? എവിടെ ഇവരിപ്പോ താമസിക്കുന്നത്? അന്നൊന്നും പറയാതില്ലേ മുങ്ങിക്കളഞ്ഞത്? എവിടെയാ നിങ്ങൾ കഴിയുന്നേ? മോളെ, ഞങ്ങൾക്ക് കഴിയാൻ താൽക്കാലികമായൊരു മേൽക്കൂരയുണ്ട്. അവിടെ തീ പുകയാനുള്ള മാർഗം സോമനങ്ങൾ ഉണ്ടാക്കി തന്നു. ഒരല്ലലും കൂടാതെ മനസ്സമാധാനത്തോടെ ഞങ്ങൾ കഴിയുന്നുണ്ട്. മനസ്സമാധാനത്തോടെ കഴിയുന്നോ? എവിടെ അങ്കിളെ അമ്മ മേൽക്കൂര? അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരു ദിവസം അവിടെ കഴിയണമെന്ന് വലത് കൊതിച്ചു പോവാ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. ജാമ്യമില്ലാത്ത കുറ്റാ ചെയ്തത്. മയക്കുമരുന്ന് കള്ളക്കടത്ത്. ബഹളം ഉണ്ടാക്കരുത്. പെട്ടെന്ന് അവസാനിപ്പിക്കണം. സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞമ്മ. ഒന്ന് ഉറക്കെ കരയാനുള്ള സ്വാതന്ത്ര്യം പോലെ ഇല്ലെന്ന് മറന്നുപോയി. തൽക്കാലം കൂടുതലൊന്നും എനിക്ക് പറയാനില്ലമ്മ. വിരോധമല്ലെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും എവിടെ താമസിക്കുന്നെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മോളെ, ഞങ്ങൾ താമസിക്കുന്നത് ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു പഴയ ബസ്സിലാ. ബസ്സിലോ? ആ, മാനത്തെ കൊട്ടാ